പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. എൻ്റെ കൂടെയുള്ളത് ഞാൻ വളരെയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന മിസ്റ്റർ P.E. തോമസ് ആണ്. അദ്ദേഹം ഒരു എൻജിനീയറാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്ത് ജീവിക്കുന്നു. ദീർഘകാലം ഓർത്തഡോക്സ് ചർച്ചിൽ വളരെയധികം അഭിമാനം കൊള്ളുകയും അതിനോട് എല്ലാവിധത്തിലും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ചില പ്രത്യേക അനുഭവങ്ങൾ കൊണ്ട്, തിരിച്ചറിവുകൾ കൊണ്ട്, നിരാശകൾ കൊണ്ട് അതിൽ നിന്ന് ആത്മീകമായി, മാനസികമായി, വൈകാരികമായി അകൽച്ച പ്രാപിച്ച അവസ്ഥയിലുമാണ്. എങ്കിലും ആത്മീകമായ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അതീവമായ താല്പര്യം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞങ്ങൾ കാണുമ്പോഴൊക്കെ ആത്മീയമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട്. മുഖ്യമായും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ പൊന്തി വന്ന ഒരു വിഷയം, അത് നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും, എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതായത്, മനുഷ്യ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദീപ്തമായ, മാഹാത്മ്യമേറിയ, മനുഷ്യ മാഹാത്മ്യത്തെ കളങ്കമറ്റ് ഏറ്റവും ശോഭയേറിയ വിധത്തിൽ ചരിത്രത്തിൽ അവതരിപ്പിച്ച വ്യക്തിത്വമാണ് നസ്രയനായ യേശുവിൻ്റെ. അത് ജാതിമത ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം എല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീകുമാരൻ തമ്പി, അദ്ദേഹം സിനിമാ മേഖലയിൽ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയാണ്. ഹിന്ദുമതത്തെ കാര്യമായി വിലമതിക്കുകയും അതിനെ ആചരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു വീഡിയോയിൽ നടത്തിയ പ്രസ്താവന എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലോകത്തിൽ അനേക ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ ചരിത്രം നാം നോക്കുമ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ തന്നെ ആകർഷിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്, അത്ഭുതപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വമാണ്. കാരണം മറ്റുള്ള ഗുരുക്കളെല്ലാം തങ്ങളുടെ ശിഷ്യന്മാരെ കൊണ്ടവരുടെ കാലുകൾ കഴുകിക്കുമ്പോൾ യേശു എന്ന ഒരേ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. അതെന്തോ ഒരു ആത്മീയമായ ദർശനമാണ്, അതെന്തൊരു വ്യക്തിത്വമാണ് എന്ന് അദ്ദേഹം അത്ഭുതത്തോടുകൂടെ ചിന്തിക്കുകയും മറ്റുള്ളവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ക്രിസ്തുമതത്തിൻ്റെ ആത്മീയമായ സ്ഥിരാകേന്ദ്രമെന്നും, ഒരു ക്രിസ്ത്യാനി എന്നാൽ യേശുവിനോട് താതാത്മ്യം പ്രാപിക്കുന്നവനാണ് എന്നും, ക്രിസ്തു സഭ എന്നാൽ യേശുവിൻ്റെ മണവാട്ടിയാണ് എന്നും, അതും പോരാഞ്ഞിട്ട് യേശുവിൻ്റെ ശരീരമാണ് എന്നൊക്കെ പറയുമ്പോഴും യേശുവിൽ കൂടെ ലോകത്തിന് വെളിപ്പെട്ടു വന്ന മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ ഒരു അംശം പോലും വ്യക്തിപരമായോ സഭാപരമായോ നമുക്ക് ആർജിക്കുവാനോ അത് ലോകത്തിൻ്റെ വെളിച്ചമായോ അനുഗ്രഹമായോ പ്രദാനം ചെയ്യുവാനോ താല്പര്യമില്ലാതെ നാം ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അല്പത്തരത്തിലേക്ക് താണുപോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ നമ്മെ യഥാർത്ഥത്തിൽ ചിന്തിപ്പിക്കേണ്ടതാണ്, ദുഃഖിപ്പിക്കേണ്ടതാണ്. എന്തുകൊണ്ടോ ഈ ഒരു യാഥാർത്ഥ്യത്തെ പരിഗണിക്കുവാൻ നമ്മൾ കൂട്ടാക്കുന്നില്ല. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യത്തിൽ തുറന്ന മനസ്സോടെ ഒരു ചർച്ച ആവശ്യമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിൽ വളരെയധികം വിലയും സാധ്യതയും കാണുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്തു കളയാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ആമുഖമായ അധികം കാര്യങ്ങൾ പറയാതെ മിസ്റ്റർ തോമസിനോട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ, ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള ചിന്തകൾ, വിഷമങ്ങൾ, നിരാശകൾ, മാത്രവുമല്ല ആ നിരാശയിൽ ഒതുങ്ങി നിൽക്കാതെ കൂടുതലായി ആത്മീയമായ കാര്യക്ഷമതയോടുകൂടെ വ്യക്തികളും സഭകളും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതിനുള്ള ശ്രമങ്ങൾ എപ്രകാരമാണ് ആരംഭിക്കേണ്ടത്, യേശുവിൻ്റെ പഠിപ്പീരുകളിൽ അതിനാവശ്യമായ പോഷണങ്ങൾ എപ്രകാരമാണ് നാം കണ്ടെത്തേണ്ടത്, ഇങ്ങനെയുള്ള വളരെ പ്രസക്തമായ കാര്യങ്ങൾ കൂലങ്കഷമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തോമസിന് പറയാനുള്ളത് അദ്ദേഹത്തിൽ നിന്ന് ശ്രവിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രയോജനം ചെയ്യും എന്നതുകൊണ്ട് ഞാനിനിയും അദ്ദേഹത്തെ തൻ്റെ പക്ഷത്തു നിന്നുള്ള കാര്യങ്ങൾ പറയാനായി സാദരം ക്ഷണിക്കുകയാണ്. ഞാനൊരു
ഉപദേശം ആളുകൾക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തിലോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ല പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. വർഷങ്ങളായി ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ചോദ്യങ്ങൾ, എന്നെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അത് ഞാൻ പല ഇടങ്ങളിലും അതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടണം, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വർഷങ്ങളായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു 2 മാസം മുമ്പ് താങ്കൾ തുടങ്ങിയ ജീസസ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സെമിനാർ കോഴ്സ്, യേശു മനഃശാസ്ത്രവും ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തു. 3 സെഷൻ കഴിഞ്ഞു. എന്നിട്ട് അതിൽ തുടങ്ങിയ ആ വിഷയം തന്നെ എന്നെ വളരെയേറെ ആകർഷിച്ചു. ഇന്ന് വരെയും ആരിൽ നിന്നും യേശുവിൻ്റെ പഠിപ്പീരുകളെ കുറിച്ചോ യേശുവിൻ്റെ ഉദ്ദേശങ്ങളെ കുറിച്ചോ പഠിപ്പിച്ചിട്ടില്ലാത്ത നൂതനമായ ആശയം. നൂതനമായ ആശയം എന്ന് ഞാൻ പറയുന്നത് യേശുക്രിസ്തു 2000 വർഷം മുമ്പ് ഉദ്ദേശിച്ച ആശയം തന്നെ, പക്ഷെ അത് 2000 വർഷം ഉറങ്ങി കിടന്നിട്ട് രണ്ടാമത് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതില് ആദ്യമായിട്ട് തുടങ്ങുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എനിക്ക് സന്തോഷമാണ് വെളിച്ചമായിട്ടിരിക്കാൻ. പക്ഷെ യേശുക്രിസ്തു നമ്മളോട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് ആ വെളിച്ചം ആകുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശം വേണമല്ലോ, അല്ലേ? നീ തീയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് ഈ വെളിച്ചം, ഞാൻ വെളിച്ചമാണ്, എനിക്ക് സന്തോഷമാണ്, ഞാൻ യേശുക്രിസ്തു പറഞ്ഞ പ്രകാരം ഞാൻ വെളിച്ചമാണ്. ആ വെളിച്ചം കൊണ്ട് എന്നെ കൊണ്ട് എന്ത് സാധിക്കും? ഇപ്പൊ വെളിച്ചം അല്ലാന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. യേശുക്രിസ്തു എന്നോട് പറഞ്ഞു, നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ വെളിച്ചം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഫർദർ വാക്കുകൾ സൂചിപ്പിക്കുന്ന അർത്ഥം എന്താ? അല്ല, ഫർദർ ഡ്യൂട്ടി ഉണ്ടോ? യേശുക്രിസ്തുവിനോട് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ? അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരോട് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ? അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. അതെ അതെ. അല്ലാതെ ഞാൻ കോഴ്സിൽ തന്നെ പറയുന്ന കാര്യം, വെളിച്ചം എന്ന് പറയുന്നത് ഊർജമാണ്, മനുഷ്യന്റെ ജീവൻ ഊർജമാണ്, ദൈവത്തിൻ്റെ ഊർജമാണ് ജീവൻ. ഇപ്പൊ പ്രകൃതിയുടെ ഊർജമാണ് സൂര്യൻ്റെ പ്രകാശം. അങ്ങനെ സൂര്യപ്രകാശം വരുന്നത് കൊണ്ട് ഭൂമിയുടെ പരപ്പിൽ ജീവൻ നിലനിൽക്കുന്നു. എന്ന് മാത്രവുമല്ല, ഭൂമിയുടെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന നന്മകൾ കാലാകാലങ്ങളിൽ വെളിപ്പെട്ടു വന്ന് മനുഷ്യന്റെ അനുഭവത്തിൽ അനുഗ്രഹമായി തീരുന്നു. അങ്ങനെ വിശ്വാസി മൂലം വിശ്വാസിയുടെ ജീവിതത്തിൽ കൂടെ മറഞ്ഞു കിടക്കുന്ന ദൈവികമായ നന്മകൾ ഈ ലോകത്തിൽ പ്രകടിപ്പിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് അനുഭവമായി തീരുകയും ചെയ്യണം. അപ്പോൾ നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരല്ല, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതുപോലെ തന്നെ നമ്മയൊക്കെ ചെറുപ്പം മുതലേ പരിശീലിപ്പിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ സഭയുടെ നന്മയ്ക്കായി, ലാഭത്തിനായി, ശക്തിക്കായി, ഭാവിക്കായി നാം പ്രവർത്തിക്കണം, ചിന്തിക്കണം. സഭയ്ക്കപ്പുറത്ത് വിശാലമായൊരു ലോകമുണ്ട് എന്ന് നമ്മെ വേണ്ടതുപോലെ ആരും ബോധവൽക്കരിക്കുകയോ അതിനനുസരിച്ച് ആ ലോകത്തിനും നിന്നെ കൊണ്ട് ഗുണം വരണമെന്ന വിധത്തിൽ നിന്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ നിനക്കൊരു കടമയുണ്ട്. അതാണ് യേശു ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷെ അതും കൂടെ യേശു ഉദ്ദേശിച്ചിരുന്നു എന്നാരും പറയില്ല. അല്ല, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കുറേയേറെ എനർജി ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം അറിയാം. പക്ഷെ അത് പിന്നീടാ മനസ്സിലായത് അത് വേസ്റ്റ് ആയിപ്പോയല്ലോ. ആ എനർജി കൊണ്ട്
ഒരു പ്രയോജനമില്ല, അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി അങ്ങനെ ആ പോക്കിന്റെ വശങ്ങളെ പറ്റി നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ജനങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത, ഉദാഹരണമായിട്ട് യേശു തന്നെ മുടിയനായ പുത്രന്റെ ഉപമ പറഞ്ഞു. അവൻ തെറ്റായ വഴിയിൽ പോയി, ദൂരദേശത്തേക്ക് പോയി. ആ പോക്ക് ചരിത്രത്തിൽ മനുഷ്യൻ നടത്തിയ പോക്കുകളെല്ലാം ഉദ്ദേശിച്ചാണ് പറയുന്നത്. നല്ല ഉദ്ദേശത്തോടുകൂടാൻ പോയത്. അവൻ നോക്കിയപ്പോൾ എനിക്ക് സൂഹിക്കണം, ഒരു യുവാവ് നോക്കുമ്പോൾ എനിക്ക് സൂഹിക്കണം. അപ്പൊ ഈ ലോകത്തിന് നൽകാവുന്ന അനുഭൂതികൾ, സന്തോഷങ്ങൾ, അതിൻ്റെ പാരമ്യത്തിലെത്തുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അങ്ങ് ദൂരദേശത്തേക്ക് പോകണം. അങ്ങനെ അപ്പോൾ ചില കണക്കൂട്ടൽ വെച്ചുകൊണ്ടാണ് സഭയും സഞ്ചരിക്കുന്നത്. ആ കണക്കൂട്ടലിനുള്ളിൽ, ആ ലക്ഷ്യബോധത്തിനുള്ളിൽ യേശു നൽകിയ ദർശനമോ നിഷ്കർഷിച്ച അച്ചടക്കമോ ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു അന്വേഷണമില്ല. താരിപ്പുകൾ അനുസരിച്ച് മുൻപോട്ട് പോകണമെന്നല്ലാതെ യേശു പറഞ്ഞ അന്വേഷിപ്പീൻ, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന താരിപ്പുകളെ പറ്റി നിങ്ങൾ അന്വേഷിപ്പീൻ. ഉദാഹരണമായിട്ട് ഈ ഒരു ബിഷപ്പിനെ അടക്കുമ്പോൾ, ഞാൻ വളരെയധികം അപകടം വരുത്തി വെച്ചൊരു വിഷയമാണിത്. ഒരു ബിഷപ്പിനെ അടക്കുമ്പോൾ കസേരയിൽ ഇരുത്തി, മറ്റുള്ളവരെ കിടത്തി അടക്കുമ്പോൾ എന്തിനാണ് ഇരുത്തി അടക്കുന്നത് എന്ന് അവൻ അന്വേഷിച്ചാൽ, എൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അന്വേഷിച്ചാൽ നമ്മൾ അപകടകാരിയാണ്, ഒരു വലിയ ശത്രുവാണ് എന്ന് വിധത്തിൽ ചിന്തിക്കാൻ തക്കവണ്ണം നാം ആയിത്തീർന്നത് എങ്ങനെയാണ്? അന്വേഷിപ്പെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ആധാരമാക്കി സ്ഥിതി ചെയ്യുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്തിന് പകരാനാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ആപ്തവാക്യം എഴുതി വെച്ചിട്ട്, ലൈറ്റിട്ട് ലൈറ്റിൽ എന്നാണ് മാർത്തോമാ സഭയുടെ ആപ്തവാക്യം. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഞങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയ ശത്രുവാണ് നിന്നും വിളിച്ചു പറയുന്ന. അല്ല, അങ്ങനെ വരുമ്പോൾ ഒരു സഭയിലായിരിക്കുന്ന ഒരു വിശ്വാസിക്ക് യേശുക്രിസ്തു പറഞ്ഞ പോലെ അന്വേഷിപ്പാൻ അധികാരമില്ലേ? സ്വാതന്ത്ര്യമില്ല. അന്വേഷിക്കുന്നവൻ അഹങ്കാരിയാണ്. അന്നേരം അത് യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പഠിപ്പേരാണല്ലോ. ആണ്, പക്ഷെ അതാരും തിരിച്ചറിയുന്നില്ല. നമ്മളിപ്പോ കഴിഞ്ഞ ജനിച്ചപ്പോൾ തൊട്ടേ നമ്മൾ പരിശീലിച്ചു വന്ന, അനുഭവിച്ചു വന്ന കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് എന്നാണ്. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ അതങ്ങനെ അല്ല എന്നാർക്കെങ്കിലും ബോധ്യം വരണമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവവും പരിചയമുള്ള അതിനകത്ത് വരണം. അല്ല, അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ പഠിപ്പീര് വെച്ചിട്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന് പ്രയോജനം വരത്തക്ക രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം ലോകത്തിൽ വെച്ച് തന്നെ തീരുന്ന ഒരു സ്റ്റേജിലോട്ട് അത് കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ സഭ അതല്ല പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് എന്തും ചെയ്തു. ഇപ്പുറത്തെ ഈ സാംബശിവന്റെ കഥാപ്രസംഗം പോലെ 3 തട്ടല്ലേ? ഒന്ന് ആകാശം, ഭൂമി, പാതാളം. ഇപ്പൊ ആ തട്ടൊക്കെ നമ്മൾ മാറ്റി പ്ലാനറ്റ്സുകളും യൂണിവേഴ്സുകളും ഒക്കെ കണ്ടുപിടിച്ചെങ്കിലും നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഈ മുകളിലുള്ള കാര്യത്തെ കുറിച്ചാണ് സഭയ്ക്കും ഭയങ്കര ആത്മാവിന്റെ പേരിലാണ് സഭ കഷ്ടപ്പെടുന്നത്. ഈ ലോകത്തിന്റെ ലോകത്തിൽ ഇപ്പൊ എന്റെ അയലത്തുകാരൻ പട്ടിണി കിടക്കുന്നതിലോ ദാസറിന്റെ അയലത്ത് പട്ടിണിക്കാരൻ കിടന്ന പോലോ ഒന്നും സഭയുടെ പ്രശ്നമല്ല. സഭയ്ക്ക് ഏറ്റവും ആദ്യമായിട്ട് നിൽക്കുന്ന പ്രശ്നം ഈ നമ്മളെ ഭൂമിയുടെ മുകളിലത്തെ തട്ടിക്കയറ്റി അവിടെ യേശുക്രിസ്തു പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടുകളില് കൊണ്ട് യേശുക്രിസ്തുവിന്റെ വലത്തുവശത്ത് അബ്രഹാമിന്റെ മടിയിൽ ഇരുത്തുക എന്നുള്ളതാണ്. അന്നേരം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സഭ പ്രവർത്തിക്കുന്നത്, അല്ലേ? അത് യേശുവിന്റെ പഠിപ്പീരുകളിൽ അങ്ങനെയല്ല. നിങ്ങൾ ഈ ലോകത്തിൽ, ദിവ്യരാജ്യം ഈ ലോകത്തിൽ വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം, നിങ്ങൾ ഈ ലോകത്തിൽ ഫലപുഷ്ടിയുള്ളവരായിരിക്കണം, നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ വരണം. ആരെങ്കിലും ശബരിക്കാരന്റെ പോയി നോക്കുമ്പോൾ മുറിവേറ്റ് കിടന്ന ഒരാൾക്ക് ആശ്വാസം പകരാൻ നിങ്ങൾക്ക് കഴിയണം. പക്ഷെ അങ്ങനെ കഴിയണമെങ്കിൽ ഇപ്പോ എന്തുകൊണ്ടാണ് പുരോഹിതന് ആ സാഹചര്യത്തിൽ പെട്ടെന്ന് മുഖം തിരിച്ചു പോകേണ്ടി വന്നത്? അവന്റെ കയ്യിൽ എണ്ണയും വീഞ്ഞുമില്ല, മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാവുന്ന ഒരു കാര്യവും അവന്റെ കയ്യിലില്ല. എന്നാൽ അധ്വാനിച്ച് അഹോവൃത്തി നടത്തുന്ന ശബരിക്കാരന്റെ കയ്യിൽ എണ്ണയും വീഞ്ഞുമുണ്ട്. മനുഷ്യർക്ക് പ്രയോജനമുള്ളത് അവന്റെ കയ്യിലുണ്ട്, പുരോഹിതന്റെ കയ്യിലില്ല എന്ന് യേശുവല്ലേ പറയുന്നത്, നമ്മളാരും അല്ലല്ലോ പറയുന്നത്. അതെ, അങ്ങനെ വരുമ്പം ഈ സഭയ്ക്കും
യേശുക്രിസ്തുവിനുമായിട്ട് ബന്ധമാണോ അകലിച്ചാണോ ഉള്ളത്? അത് പറ്റിയ പ്രശ്നം എന്താണെന്നറിയാം. സഭ എന്നത് ഈ ലോകത്തിലെ ഭൗതികമായ ഒരു സ്ഥാപനം പോലെ ആയിപ്പോയി. ഈ ലോകത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അവയ്ക്ക് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്, അവയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, അവയുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കുന്നു. അതിനോട് സഹകരിക്കുന്നവർ നല്ലവരെന്നും അതിന് അതീതമായി ചിന്തിക്കുന്നവർ അപകടകാരികളുമാണെന്ന് ഒരു ചാപ്പ കുത്തുന്നു. ഈ ലോകത്തിന്റെ മർമ്മം അങ്ങനെ തന്നെയാണ്. പക്ഷെ യേശുവിന്റെ ദർശനം അങ്ങനെ അല്ലായിരുന്നു എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നില്ല. അവിടെ വെച്ചാണ് എൻ്റെ ഈ ഒരു, എന്നോട് ക്ഷമിക്കണം, ഞാൻ അധികപ്രസംഗമാ പറയുന്നതെന്നൊന്നും തോന്നാൻ പാടില്ല. യേശു ഒരു അധികപ്രസംഗിയായിരുന്നു എന്നതാണ് ക്രിസ്തു മതത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസം. അല്ലെ, നമ്മളാരും ഇങ്ങനെ ഇരിക്കത്തില്ല. അന്നത്തെ പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്റെയും സന്നഹദന്റെയും സുനഹദോസിന്റെയും ഒക്കെ കണ്ണിൽ യേശു ഒരു അധികപ്രസംഗി ആയിരുന്നത് കൊണ്ടാണ് നാം ക്രിസ്ത്യാനികളായത്. ഇത് ക്രിസ്ത്യാനി മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യമാണ്. കാര്യം പിന്നെ ഇപ്പൊ എനിക്ക് പറ്റിയിരിക്കുന്ന ഒരവസ്ഥ, ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, ഞാനൊരു ഹിന്ദുവാണ്, ഇല്ലേ? അതെ. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ പേരുള്ള ഒരപ്പനും അമ്മയ്ക്കും ജനിച്ചത് കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്നുള്ള പേര് വഹിക്കുന്നു. അതിപ്പോഴത്തെ അവസ്ഥയില് ഈ പിന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കാമെങ്കിൽ അതെനിക്കൊരു കുരിശാണ്. ഹിന്ദുവായിട്ട് തന്നെ കുരിശെന്നല്ല, ഏറെ നാൾ കഴിയാതെ തല പോകുന്ന പരിപാടിയാണ്. അന്നേരം ഈ പണ്ടത്തെ ഹിന്ദുവായിട്ടിരുന്നായിരുന്നെങ്കിൽ ഞാൻ സേഫായിരുന്നു. അന്നേരം ഇത് അവിടുന്ന് വിടുകയും ചെയ്തു. യേശു ക്രിസ്തുവിന്റെ പുറത്ത് പിടി കിട്ടിയില്ല എനിക്ക്. ഞാൻ ഈ ഇടയ്ക്ക് കിടന്നാടുക. കാര്യം യേശു ക്രിസ്തുവിനെ പിടിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു, നമുക്ക് ഉറച്ചു നിൽക്കാനും. എന്നാലും ഇപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ബന്ധുക്രിസ്തുകാരൊക്കെ ഞാൻ എന്റെ യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറയും. എന്നിട്ട് ജംഗ്ഷനിലൊക്കെ നിന്ന് യുദ്ധം ചെയ്യുന്ന എന്തുവാ, ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ട്, അവിടെ നിന്ന് കിട്ടാവുന്ന അടിയും മേടിച്ചുകൊണ്ട് തിരിച്ചു പോകും. നമ്മുടെ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കുമെന്ന് പറയുന്ന ഈ രീതിയിലാണ് കൊടുക്കുന്നത്. യേശുക്രിസ്തുവിന് ആരുടെയെങ്കിലും ജീവൻ വേണോ? വേണ്ട. യേശുക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്യണോ? യുദ്ധം വേണ്ട. തന്റെ പിതാവായ ദൈവത്തിന് ഇഷ്ടം പോലെ പട്ടാളക്കാരുണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാലാഖമാർ, നിങ്ങളുടെ വാൾ എനിക്ക് വേണ്ട, ആവശ്യമില്ല. അത് നമ്മളെ കൊണ്ട് യേശുക്രിസ്തുവിന് വലിയ ആവശ്യമൊന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ യേശുക്രിസ്തുവെ നീ ശുദ്ധമുള്ളവനാകുന്നു എന്ന് പറയേണ്ട കാര്യവും ഇല്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ലവനായ ഗുരുവൊന്നുമല്ല, പിതാവല്ല, നല്ലവനല്ല. എന്നിട്ട് ഈ വെളിച്ചം കൊണ്ട് യേശുക്രിസ്തുവിന് വലിയ പ്രയോജനമൊന്നും, മുഖസ്തുതിയുണ്ട്, മുഖസ്തുതി നമ്മുടെ വായിലിരിക്കുന്ന വെളിച്ചം. നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഒരു പള്ളിയിൽ ചെന്നു, രാവിലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ യേശുക്രിസ്തുവിന് സ്വസ്ഥമായിട്ട് ഇരുത്തുന്ന പരിപാടിയേ ഇല്ല. നീ ശുദ്ധമുള്ളവനാവുന്നു, നീ ബലമുള്ളവനാവുന്നു, നീ വെടിവെക്കും, അല്ലെങ്കിൽ ഇടിച്ചു പൊട്ടിക്കും, ശത്രുവിനെ പകയ്ക്കും എന്നെല്ലാം പറഞ്ഞ് കുറെ പൊട്ടാസ് പൊട്ടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന് എന്തെങ്കിലും പിന്നെ ഗുണമുണ്ടോ? നമുക്കെന്തെങ്കിലും ഗുണമാകുക. അതിന് അവിടെ വെച്ച് യേശുക്രിസ്തു എന്നെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ എനിക്കെന്താണ് ഒരു ഡ്യൂട്ടി? പറയാം. അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. അതായത് നമുക്ക് ലോകത്തിനാകമാനം, അതായത് നമ്മുടെ ഇപ്പോഴുള്ള സങ്കുചിതമായ മതിലുകൾക്കപ്പുറത്തുള്ള ലോകം, അതിനോട് പ്രസക്തമായ വിധത്തിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ ഇടയാകത്തക്കവണ്ണം നമ്മുടെ സാധ്യതകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാകുന്നൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ ഇടയിൽ, ക്രിസ്ത്യാനിയുടെ ഇടയിൽ KJ യേശുദാസ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ട്. KJ യേശുദാസിനെ ഒരു ക്രിസ്ത്യാനിയായിട്ട് കാണുമോ, മുസ്ലിമായിട്ട് കാണുമോ, ഹിന്ദുവായിട്ട് കാണുമോ, കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കാണുമോ, കോൺഗ്രസ്സുകാരനായിട്ട് കാണുമോ, എല്ലാവർക്കും അദ്ദേഹം സ്വീകാര്യനാണ്. അല്ലെന്ന് പറയുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ മതത്തിനപ്പുറത്തേക്ക് വളരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പൊ പല ക്രിസ്ത്യാനികൾക്കും അദ്ദേഹം ഹിന്ദുക്കളുടെ പാട്ട് പാടുന്നു, ശബരിമലയിൽ പോയി എന്നൊക്കെ വലിയ പ്രശ്നമാണ്. എന്നാൽ 4 പേര് യേശുക്രിസ്തുവിനെ എന്തെങ്കിലും വിധത്തിൽ അറിയത്തക്കവണ്ണം അക്രൈസ്തവരുടെ ഇടയിൽ ഒരു പാട്ട് പാടാൻ അദ്ദേഹമേ ഉള്ളൂ. അപ്പൊ ആരും ഈ കേരളത്തിലാരും ദാസേട്ടനെ ക്രിസ്ത്യാനിയായിട്ടോ ബന്ധക്കോസുകാരനായിട്ടോ മർത്തവക്കാരനായിട്ടോ കത്തോലിക്കനായിട്ടോ കാണുന്നില്ല.
അതിനർത്ഥം സഭയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം വളർന്നു. അത് ലോകത്തിന് പ്രയോജനമാണ്. എനിക്ക് ഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം ആയിട്ട് പല തവണ ഇടപെടാനും ഞങ്ങളൊരു കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ക്ലീൻ ഇന്ത്യ കമ്മിറ്റി എന്നും പറഞ്ഞ ഒരു കമ്മിറ്റിയിൽ 14 അംഗം ഞങ്ങൾ ഒരു 1.5 വർഷം നിറയ്ക്കു. അപ്പോൾ പിന്നെ അദ്ദേഹം രാഷ്ട്രപതിയായപ്പോൾ ഒരു സ്പിരിച്വൽ കമ്മിറ്റി അദ്ദേഹം അതിനകത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ അത് ഞാൻ അബ്ദുൽ കലാമുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത സമയത്ത് ഒരിക്കൽ പോലും അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതല്ലേ. അതുപോലെ മദർ തെരേസയുമായി ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, സംസാരിച്ചിട്ട്. അവർ ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം അവര് ഒരു മനുഷ്യ മാഹാത്മ്യം ഉൾക്കൊള്ളുന്ന ചൈതന്യമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിച്ചു? എത്രയോ ഹിന്ദുക്കളാണ് എല്ലാം ഉപേക്ഷിച്ച് മദർ തെരേസയുടെ കൂടെ. ഞാൻ ഒരിക്കൽ കൽക്കട്ടയിൽ മദർ ഹൗസിൽ പോയി അവരെ കാണുമ്പോഴാണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന അഗർവാൾ എന്ന് പറഞ്ഞ ഒരു മിഡിൽ ലെവൽ ഇൻഡസ്ട്രിയലിസ്റ്റാണ്, കോടിക്കണക്കിന് ആസ്തിയുള്ള. അപ്പോൾ ആ മദർ തെരേസ എന്നോട് പറഞ്ഞു, ഈ അഗർവാളും അവരുടെ ഭാര്യയും അവരുടെ സ്വത്ത് മുഴുവനും വിറ്റ് ഈ ഒരു പ്രസ്ഥാനത്തിന് നൽകി അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യുകയാണ്. പക്ഷെ അഗർവാൾ ആ സമയത്ത് ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്. അയാൾ ക്രിസ്ത്യാനിയൊന്നും ആയിട്ടില്ല. കാരണം ക്രിസ്ത്യാനിയായില്ല എന്നുള്ള അത് അപ്രസക്തമാണ്. ഏറ്റവും സംഗീതമായി ചിന്തിച്ചാൽ നീ ക്രിസ്ത്യാനിയായെങ്കിൽ മാത്രമേ നിന്നെ കൊണ്ടെന്തെങ്കിലും നന്മ ചെയ്യാൻ ഒക്കത്തുള്ളൂ എന്ന ധാരണയാണ്. അല്ല, അത് താങ്കള് അത്രമാത്രം വെളിച്ചം വീണ വ്യക്തികളുമായിട്ട് ഇടപഴകാൻ പറ്റിയ ഒരവസരം കൊണ്ടാണ് ആ ഒരു ഇംപ്രഷൻ നിൽക്കുന്നത്. പക്ഷെ ഞാനിപ്പോ എൻ്റെ ഒരു എളിയ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. ഓർത്തഡോക്സുകാരായിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് 2 പള്ളിയുണ്ട്, ഓർത്തഡോക്സും പാത്രിക്കീസും. അവിടെ വെച്ച് തന്നെ ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പാത്രിക്കീസുകാരുമായിട്ട് അടുക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അവർ ശപിക്കപ്പെട്ടവർ, അവർ ശമരിക്കാരാ. പിന്നെ ഈ പാത്രിക്കീസും കൂടെ കഴിഞ്ഞ അടുത്ത മർത്തോവാണെങ്കിൽ മർത്തോവായുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, അവരുടെ സൺഡേ സ്കൂളിൽ പോകാൻ പാടില്ല, അവരുടെ അച്ഛന്മാരെ കാണാൻ പാടില്ല. ഇങ്ങനെ തട്ടുകളായിട്ട് ശത്രുത തീണ്ടല്ല, ക്രിസ്ത്യൻ തീണ്ടല്ല. അതായത് ഈ ഓർത്തഡോക്സ് സഭയിൽ രാവിലെ വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മുഖസ്തുതി പറയുക, പിന്നെ കർത്താവിന്റെ ശരീരം ഭക്ഷിച്ചുകൊണ്ട് വീട്ടിൽ പോവുക. അത് തുടർന്ന് കഴിഞ്ഞാല് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തെ കുറിച്ച് വലിയ കരുതലൊന്നും വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞ നീ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഹിന്ദുക്കളായിട്ട് ഇടപഴകാൻ പാടില്ല, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഡാൻസ് നിന്റെ മക്കളെ പഠിപ്പിക്കാൻ പാടില്ല, ഹിന്ദു പാടുന്ന പാട്ട് പാടാൻ പാടില്ല. ഏതാ ഒരു ഹിന്ദു രാജ്യത്ത് നിന്നോണ്ടാന്ന് ഓർത്തോണം. അന്നേരം അല്ല, ഹിന്ദു മതം എന്താണെന്ന് അറിയാതെ പറയാം, ABCD അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ പഠിപ്പീരുകളെ കുറിച്ച് അറിയാൻ വയ്യാതെ നീ അവരുമായിട്ട് ഇടപഴകാൻ പാടില്ല. കാരണം മാമോദിസ എടുത്തിട്ടില്ല. ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കിയാല് അവരെ കൊണ്ട് തൊടിയിക്കരുത്. ഇതൊക്കെയാണ്. അന്നേരം അതായത് ഈ ലോകമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. ഈ ഓർത്തഡോക്സ് പള്ളി വന്ന് ഈ കത്തനാട് ലോകവുമായിട്ട് ബന്ധമില്ലെന്ന് മാത്രമല്ല മിസ്റ്റർ തോമസ്, ഈ പറയുന്നത് എന്താണെന്ന് പോലും ബോധമില്ലെങ്കിൽ ഇത് പറയത്തുള്ളൂ. എന്തെങ്കിലും അർത്ഥമുണ്ടോ പറയുന്നത്? അതുപോലെ ഇവിടെ വന്ന് ഈ ക്രിയകൾ ചെയ്യുക, നീ സ്വർഗത്തിൽ പോവുക. ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയ സംശയം, സ്വർഗവും നരകവും ഉണ്ടോ? അത് ചിലരുടെ ജനങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ കുറഞ്ഞ പക്ഷെ നരകമെങ്കിലും ഉണ്ടെന്ന് നമുക്കറിയാം. ഈ നരകം എന്ന് പറഞ്ഞപ്പോഴേ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു സംഗതിയുണ്ട്. എന്റെ മകൻ വളരെ ചെറുതായിരിക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചടാ അവൻ എന്റെ മകൻ എന്റെ ഒരു ഗുരുവായിട്ട് മാറിയല്ലോ. അവൻ വളരെ ചെറുതാണ്. എന്നോട് ഇങ്ങനെ ചോദിക്കുക, അപ്പേ ഈ പിന്നെ വലിയ തീയൊക്കെ കത്തിച്ച് അതിനകത്ത് പുഴുവിനെയൊക്കെ ഇട്ട് നമ്മളെ അതിനകത്തിട്ട് ഇങ്ങനെ വറക്കുന്നത് കണ്ട് രസിക്കാൻ എന്റെ ഒരു സാഡിസ്റ്റാന്ന്. എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി പോയി എനിക്ക്. അതെന്താ ചോദിച്ചാൽ, ഇത് ഇപ്പം ഈ മതത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായും ചില എന്താ പറയുന്ന കാൽപ്പനികമായ ധാരണകളാണ്, അസംഷൻസ് നമ്മൾ പറയുന്നത്.
ഇപ്പോൾ ആദാമിനെ അങ്ങനെ സൃഷ്ടിച്ചോ, അതിനാരും ഐ വിറ്റ്നസ് ഇല്ല, അതിനൊരു ഡോക്യുമെന്റും ഇല്ല. അതങ്ങനെ നടന്നു എന്ന് നാം കൽപ്പിക്കുകയാണ്. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെ പല സങ്കല്പങ്ങളിൽ കൂടെയാണ് ഇങ്ങനെ ഈ നറേറ്റീവ് ഉണ്ടായി വരുന്നത്. അതിൽ സത്യമുണ്ടോ, അത് ആത്യന്തികമായ സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കത്തില്ല. അല്ല, ഈ പ്രൂവ് ചെയ്യാൻ ഒക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ല, അതെന്താ പറയാ, യാഥാർത്ഥ്യമായതിനെ മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാനോ രജിസ്റ്റർ ചെയ്യാനോ ഒക്കൂ. അല്ല, ഇപ്പം ഈ യൂണിവേഴ്സോ അല്ലെങ്കിൽ ഭൂമിയുടെ ഘടനയോ ഒന്നും മനസ്സിലാകാതിരുന്ന കാലത്ത് കാട്ടിൽ വസിച്ച മനുഷ്യർക്ക് അത് പറഞ്ഞാല് ചോദ്യം ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കത്തില്ല. ഇനി 21-ാം നൂറ്റാണ്ടിൽ AI-യുടെ കാലത്ത് ആദാമിനെ ഒരു തോട്ടത്തിലുണ്ടാക്കി മണ്ണ് കുഴച്ചുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ വരെ ചെയ്തില്ലെങ്കിലും അടുത്ത് വരുന്ന ജനറേഷൻ ചോദിക്കും ഇതെന്തോ പൊട്ടത്തരവാന്ന് ചോദിക്കും. അല്ല, അതിനകത്ത് ഇത്രയേ ഉള്ളൂ, എന്തിനും ഒരു ആരംഭം ഉണ്ടാകണമെന്ന് അതിനകത്ത് അർത്ഥമുള്ളൂ. അല്ല, അതല്ലല്ലോ വിശ്വസിക്കുന്നത്. അതന്നെ. അല്ല, അത് വിശ്വസിക്കുന്ന രീതിയുടെ പ്രശ്നമാണ്. വിശ്വസിക്കുന്ന രീതിയെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ പാപിയായി. അല്ല, അതുകൊണ്ട് ഇപ്പൊ ആദാമിനെ ദൈവം സൃഷ്ടിച്ചതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് ജീവൻ എന്ന ഈ വലിയ സാധ്യത, വലിയ മർമ്മം, അതിൻ്റെ ഉറവിടം ഭൗതികമല്ല, അതിന് മറ്റൊരു ഉറവിടം ആവശ്യമാണ്. അതെ. അപ്പൊ ആ ഒരു സങ്കല്പമാണ് ഇവിടെ ഈ വിധത്തില മറ്റേത് വിധത്തിൽ അവതരിപ്പിക്കാനൊക്കും. പക്ഷെ അത് വന്നിട്ട് അത് നേരെ അങ്ങ് മാറ്റിമറിച്ചിട്ട് ഇത് മാത്രമാണ്, ഞങ്ങൾ അറിയുന്ന ആദാം മാത്രമാണ്, ഞങ്ങളുടെ ആദാം. അപ്പൊ ആദാമിനെ ഒരു വ്യക്തിയാക്കി. ആദാം വ്യക്തിയല്ല, ആദാം ഒരു സാധ്യതയാണ്. ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്നൊരു സാധ്യത, അതിൻ്റെ ആരംഭം ഇങ്ങനെയായിരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇപ്പോൾ യേശു തന്നെ ഒരു വ്യക്തി മാത്രമല്ല, ഒരു മർമ്മമാണ്. അതായത് മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രണ്ട് സാധ്യതകൾ. ഒന്ന്, ഭൗതികമായതിനെ മാത്രം നമ്പി ജീവിക്കുക. അത് മാത്രം, ഇപ്പം മെറ്റീരിയലിസത്തിൽ പറയുന്നത് പോലെ നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് പറയുക. പക്ഷെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ യേശുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഹെരാക്ലൈറ്റിസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് ഫിലോസഫർ പറയുന്നു, നമുക്ക് കാണാവുന്ന ഒന്നിനും ജീവനില്ല. ജീവൻ എന്ന് പറയുന്നത് എപ്പോഴും അഗോചരമായിരിക്കും. അപ്പൊ കാണാവുന്നതും കാണാൻ വയ്യാത്തതുമായ ഗോചരവും അഗോചരവുമായ മർമ്മങ്ങൾ കൂടി വരുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഒരു ജീവന്റെ പ്രതിഭാസം ഉണ്ടാകുന്നത്. അതാണ് യേശു ആദ്യ പുസ്തകത്തിൽ പറയുന്നത്, ദൈവം ശ്വാസമൂതി മണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപത്തിൽ ദൈവം ശ്വാസം ഊതി എന്ന് പറയുന്നത്. പക്ഷെ നാം ഇപ്പോൾ എങ്ങനെയാണ് വിശ്വാസത്തെ പറ്റി പറയുന്നത്? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പൊ നീ കാണുന്നതിനപ്പുറത്ത് ചില സാധ്യതകളുണ്ട്, അതും കൂടെ പരിഗണിച്ചാൽ മാത്രമേ. യേശു പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നത്. അപ്പൊ അപ്പം നമുക്ക് കാണാവുന്ന ഉപാധിയാണ്. ഇറ്റ്സ് എ വിസിബിൾ റീസോഴ്സ്. ഈ വിസിബിൾ റീസോഴ്സ്, കാണാവുന്ന ഈ ഉപാധിക്ക് അപ്പുറത്തുള്ള ഉപാധി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ ഒക്കത്തുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ഉപദേശവും ഒരു ശുശ്രൂഷയും ഒരു സഭയിലും ഇല്ല. അതായത് പിന്നെ ഈ മനുഷ്യനായിട്ട് ജീവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളേത് കാര്യം ഈ ഒരു റിച്വൽസിൽ നമ്മള് ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ യേശുക്രിസ്തു പറഞ്ഞ ആശയത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. കാര്യം ഇവിടെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് എവിടെ നമുക്ക് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ളത്? അതിനകത്തില് പല ബിസിനസ്സുകളല്ലേ നടക്കുന്നത്. അതായത് അത് വേണം, ഇത് വേണം, സെയിൽ നടക്കണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അല്ലാതെ ഈ പറഞ്ഞ രീതി പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് ഇപ്പൊ യഹൂദ ദേവാലയത്തിന്റെ അകത്ത് തന്നെ, ആ പരിസരത്ത് തന്നെ ഒരു ചന്തയുണ്ടായി. ഈ ചന്തയിൽ നടക്കുന്ന ക്രയവിക്രയങ്ങൾ, ആട്, മാട്, പ്രാവ്, അതിനൊക്കെ നമുക്ക് കാണാം. അതിനെ വിൽക്കുമ്പോൾ കിട്ടുന്ന പണവും നമുക്ക് കാണാം. അതിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുന്ന ആ സമീപനത്തെയാണ് ഈ മാമോൻ എന്ന് പറയുന്നത്. നിങ്ങൾ കുറേ സമയത്ത് മാമോനെയും ദൈവത്തെയും, ഇപ്പൊ മോശ പറയുന്നുണ്ട്, ദൈവമേ നിന്റെ മുഖം എനിക്ക് കാണാൻ ഒക്കത്തില്ലെന്ന് പറയുന്നു. കാരണം എന്താണ്? ദൈവം ജീവന്റെ ഊർജമാണ്. ദൈവം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയല്ല. ദൈവം നമ്മളിപ്പോ ഇങ്ങനെ സ്വർഗസ്വനായ പിതാവ് എന്നൊക്കെ പറയുമെങ്കിലും ദൈവം വാസ്തവത്തിൽ
ജീവന്റെ ഉറവിടമാണ്. ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ ജീവനുണ്ടോ അതിന്റെ ആകെ തുകയാണ് ദൈവം നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ അത് കാണാനൊക്കില്ല. അല്ല, അത് കാണാനൊക്കില്ലെന്ന് പറഞ്ഞാലും കഥകൾ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയല്ലേ. ഞാൻ എപ്പോഴും വായിച്ച് ചിരിക്കാറുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു 4% പോലും ഇന്ന് മനുഷ്യൻ റീച്ച് ചെയ്തിട്ടില്ല, അറിവില്ല. 1% പോലും. അത് തന്നെ നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ തല കറങ്ങി വീഴും. അത്രമാത്രം വലിയൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണല്ലോ ദൈവം, അല്ലാതെ വേറൊരു ദൈവം ഇല്ല. എന്നിട്ട് ഈ ദൈവത്തിന് പല പ്രവാചകന്മാരും സ്വർഗത്തില് ഈ മരതകം പതിച്ച കസേരയിൽ ഇങ്ങനെ ഇരിക്കുക, താടിയുണ്ട്, മീശയുണ്ട്, ചുറ്റും മാലാഖമാര് വാളും കൊണ്ട് നിൽക്കുക. എന്തിനാ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തെ ആരെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്താൽ വെട്ടിക്കൊല്ലണമല്ലോ. എന്നിട്ട് ആ ഒരു അങ്ങനെ ഇപ്പൊ ഇതങ്ങ് എഴുതി വെച്ചിട്ട് ഇത് ദൈവം പറഞ്ഞതാണെന്നും പറഞ്ഞ് മനുഷ്യരെ പഠിപ്പിക്കുമ്പോഴ് ഈ ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനെ ചുരുക്കി ഒരു കസേരയിൽ കൊണ്ടിരുത്തി ഒരു മനുഷ്യരൂപം കൊടുത്ത് മനുഷ്യനുമായിട്ട് താതാത്മ്യപ്പെടുത്തി മനുഷ്യന് സുഖമുള്ള കാര്യമുണ്ടല്ലോ. നീ ശുദ്ധമുള്ളവനാകുന്നു, നീ പണക്കാരനാകുന്നു, നീ സുന്ദരനാണ്, എപ്പോഴും ക്ഷമിക്കുന്നവൻ, ഒരു സുന്ദരനാന്നൊക്കെ പറയുമ്പോഴ് പിന്നെ ഒരിക്കലും ഒരു അച്ഛൻ എന്നോട് പറഞ്ഞതാണ്, ദൈവം ഭയങ്കര പൊങ്ങച്ചനാകട്ടോ, അത് പ്രസംഗിക്കുക, അവന്റെ മക്കൾ അങ്ങോട്ട് സ്തുതിക്കുമ്പോ അങ്ങ് പൊങ്ങിപ്പോകും അങ്ങ് എന്ന് പറയുന്നു. അല്ല, അതായത് ഈ വളരെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലയ്ക്കകത്തോട്ടാ ഇത് കേറുന്നതെന്നോട് ചിന്തിച്ചോ. എന്നിട്ട് ഈ ദൈവത്തിന്റെ മഹാത്മ്യം അതിൻ്റെതായ വലുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒക്കാതെ പോയതാണ് ഇന്നീ കാണുന്ന എല്ലാ വിഷയങ്ങളുടെയും മൂലധർമ്മം, ഇല്ലേ, മൂല കാരണം. അതെ, മനുഷ്യനെ അല്പത്തരത്തിലേക്ക് തരം താഴ്ത്തുന്ന ഒരു വ്യവസ്ഥിതിയാണ് കർത്താവിന്റെ പേരിൽ, യേശുവിന്റെ പേരിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അസഹനീയമായ വേദനയും രോഷവും അനുഭവപ്പെടാറുണ്ട്. കാരണം യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യനെ അവൻ്റെ മാഹാത്മ്യത്തിൻ്റെ ഉച്ചകോടിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതല്ലേ പറയുന്നത്, ഈ ലോകത്തിൻ്റെ വെളിച്ചം. താങ്കളെ പറ്റിയും എന്നെ പറ്റിയുള്ള ആളെ പറ്റിയാണ് പറയുന്നത്. അല്ല, എനിക്ക് അത് കേട്ടപ്പോ മുതല ഇതുവരെ ഞാന് പിന്നെ അങ്ങനെ വലിയ പ്രത്യാശയൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിന്റെ സായാഹ്ന സമയത്തെത്തി ഇനിയും കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ അവിടെ എങ്ങനെയും അങ്ങ് തീരട്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഈ ഒരു സന്ദേശം. അതിനു പകരം ക്രിസ്ത്യൻ വിശ്വാസികളെ ഓരോ സഭയുടെ ആടായും മാടായും, നിങ്ങൾ എൻ്റെ ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ അംഗമായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞത്, താൻ എൻ്റെ ആടാണ്, ആടിനെ പോലെ നടക്കാൻ പഠിക്കണമെന്ന് എന്നോട് പറയാം. ഒന്ന് മനസ്സിലാക്കണം, യേശുവിന്റെ ദർശനം എവിടെ കിടക്കുന്നു? ഈ പാതിരിയുടെ പാവാട എടുത്ത് നടക്കുന്ന പാതിരിയുടെ ദർശനം എവിടെ കിടക്കുന്നു? ഈ 76 വയസ്സുള്ള ഞാൻ ആടായിട്ട് നടക്കണമെന്നാണ് അദ്ദേഹം. അല്ല, അതിലും വലിയ ഭീകരമായ ഒരു സംഗതിയല്ലേ. സാധാരണ പിന്നെ വല്ലപ്പോഴും ഒക്കെ കുമ്പസാരിക്കുന്ന ആളുകളുണ്ട്. ഒരു വർഷമെങ്കിലും പിന്നെ മിനിമം കുമ്പസാരിച്ചിരിക്കണമെന്ന് ഞങ്ങളുടെ സഭയിൽ. നമ്മൾ ചെല്ലുന്നു, ഈ ഇടയന്റെ മുമ്പിൽ നമ്മൾ പാപം ഏറ്റു പറയുന്നു, ഇടയൻ നമ്മളോട് അതങ്ങ് ക്ഷമിക്കും. ക്ഷമിച്ചു കഴിഞ്ഞാല് ഇത് ഗോതമ്പപ്പം എടുത്ത് നമ്മുടെ വായിക്കത്തിടും, നമ്മള് പൂർണ്ണനായി. ഈ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ പോക്ക്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നേച്ചു പിന്നെ ഞാൻ എൻ്റെ കൃഷി പിന്നെ അതുപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാപം എങ്ങനെ മോചിക്കപ്പെട്ടെ? എൻ്റെ പാപം ആർക്കും മോചിക്കാൻ നോക്കും? ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എൻ്റെ പാപം മോചിക്കാൻ പറ്റുമോ? അല്ല, അതിന്റെ കാര്യം ഞാൻ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം ഒന്ന് ശരിയാക്കി. അതായത് നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കി, സഭ ഒരു സ്ഥാപനമാണല്ലോ. ഈ സ്ഥാപനത്തിന്റെ കയ്യിൽ എന്തിട്ട് കൊടുത്താലും ആ സ്ഥാപനത്തിന്റെ താല്പര്യം അനുസരിച്ച് മാത്രമേ അത് സ്വീകരിക്കുകയോ മനസ്സിലാക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യത്തുള്ളൂ.
അത് ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രത്യേകതയാണ്. ഉം. ഇപ്പോ ഒരു കച്ചവടം നടത്തുന്ന ഒരാളുടെ കയ്യിൽ ഒരു സാധനം കൊടുത്താൽ അതിന് കച്ചവട മൂല്യം എന്തുണ്ടെന്ന് നോക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ഒരു പുസ്തകം കൊടുത്താൽ അതിന് കച്ചവട മൂല്യം, ഇത് വിറ്റാൽ എനിക്ക് എന്ത് കിട്ടും, ഞാനിപ്പോൾ ഇത് 50 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഇത് 55-ന് വിൽക്കാൻ ഒക്കുമോ, വിൽക്കാൻ ഒക്കണമെങ്കിൽ ഞാനിതിനെ എങ്ങനെ അവതരിപ്പിക്കണം, അതായിരിക്കും ആ കടക്കാരൻ്റെ സുവിശേഷം. മനസ്സിലല്ലേ? അപ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ അത് കിട്ടിയാൽ എനിക്ക് പ്രയോഗിക്കാവുന്ന മൂർച്ചയുള്ള ആശയമല്ലോ ഉണ്ടോ എന്ന് വിചാരിച്ച് അവനത് അതിനകത്തൊന്ന് അത് തുറന്നു നോക്കും. എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ സ്ഥാപനത്തിനും ഇപ്പോൾ ഓരോ സഭയ്ക്കും അതിൻ്റെ കോട്ടകൾക്ക് കട്ടിവരുത്താനും അതിൻ്റെ ഉള്ളിലെ ചന്തകൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും പിന്നെ അത് കൈകാര്യം ചെയ്യുന്ന അധികാരികളുടെ അധികാരം വർദ്ധിപ്പിക്കാനും ഇതിൽ നിന്ന് എന്തെല്ലാം പെറുക്കിയെടുക്കാം. ഉദാഹരണമായിട്ട് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ പുരോഹിതർക്ക് യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു അടുത്ത് വരാൻ യേശു സമ്മതിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, പഴയ നിയമത്തിലോട്ട് പോയി ലേവ്യ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തോണ്ട് ആ പുസ്തകം എല്ലാം കൂടെ അല്ലേ ചാട്ടവാറെടുത്ത് അടിച്ച് ഓടിച്ചത്. അത് നമുക്ക് ബാധകമാണ്. നമുക്ക് ഈ പുരോഹിതനില്ലെങ്കിൽ അപ്പൊ പുരോഹിതർക്ക് അപ്പുറത്ത് പോയി ഇത് ചിന്തിക്കുകയും നമ്മുടെ തന്നെ ആത്മീയ ജീവിതത്തിന്റെ ചുമതല നമ്മൾ ഏറ്റെടുക്കണം. ഇത് ഔട്ട്സോഴ്സ് ചെയ്യരുത്, ഇടനിലക്കാരെ കൊണ്ടുവരുതെന്നാണ് യേശു പഠിപ്പിച്ചത്. വ്യക്തമായി ഊന്നലോട് പഠിപ്പിച്ചു. അത് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും 4 സുവിശേഷങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി പുരോഹിതന്റെ മീഡിയേഷനിൽ അവനെ ഇടനിലക്കാരായി വെച്ചിട്ട് ഈ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അവരെ അടുപ്പിക്കരുതെന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുതെന്ന് വ്യക്തമായി പൊട്ടോടി കൊണ്ട് അടിക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതേ ചെയ്യത്തുള്ളൂ. ഇതെങ്ങനെയാണ് വന്നത് എന്ന് ജനം ചിന്തിക്കണ്ടേ? അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകാം. അല്ല, പ്രയോജനമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ പ്രയോജനം, ചിലർക്ക് പ്രയോജനമാണ്. വിശ്വാസിക്ക് പ്രയോജനമില്ല. വിശ്വാസി പോകുന്ന ആ ഉദ്ദേശത്തിന് പ്രയോജനം, ഉദ്ദേശ സാധ്യത നടക്കത്തില്ല. നമ്മളിപ്പോ ഒരു പള്ളിയിൽ പോകുന്നത് അവിടുന്ന് സമ്പാദിക്കാനല്ലല്ലോ, ദൈവികമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് ജീവിക്കാനുള്ള ഒരു മാർഗദർശനം കിട്ടാനോ വേണ്ടിയാണ് പോകുന്നത്. അന്നേരം അവിടോട്ട് യേശുക്രിസ്തുവിന്റെ വാചകങ്ങൾക്ക് കയറി ചെല്ലാനായിട്ടുള്ള സ്ഥാനമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ധൈര്യമായിട്ട് ഒരച്ഛനോ ഒരു മെത്രാനോ ആ സഭയിലെ ആൾക്കാരോട് പറയാൻ ഒക്കുമോ? വെളിച്ചമായി പോയി കഴിഞ്ഞാൽ പരിപാടി തെറ്റി. ഒരു കൺവെൻഷനിലും ഈ വാചകം ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പറയാനൊക്കത്തില്ല. നീ നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ പറയാനൊക്കത്തില്ല. അവ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മറ്റേ പാത്രികീസരുമായിട്ട് തല്ലാൻ പോകുന്ന. അതെ, അല്ല പച്ചക്കള്ളം പറയുന്നത് വേറെ കാര്യം ഞാൻ പറയാം. കൊടുക്കുന്നതാണ് കിട്ടുന്നതിനേക്കാൾ നല്ലത് എന്ന് യേശു പറഞ്ഞു. പച്ചക്കള്ളമാണ്, യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് പൗലോസ് അപ്പോസ്തലനാണ്. അത് കാശ് പിടിക്കാൻ വേണ്ടി കാശ് പിടിക്കാനായിട്ട് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടാവുന്നത്രയും പിഴിയാനായിട്ടാണ് പറയുന്നത്. പച്ചക്കള്ളം. യേശു പറഞ്ഞു കൊടുക്കുന്നതാണ് കിട്ടുന്നതിനേക്കാൾ അനുഗ്രഹം. അത് പറഞ്ഞിട്ടുണ്ട് ആരാ? പൗലോസ് അപ്പോസ്തലൻ. എനിക്ക് തോന്നുന്നു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിലെന്നാണ് എൻ്റെ ഓർമ്മ. അത് യേശു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. യേശു അങ്ങനെ പറഞ്ഞെന്നാണ്. ഞാനിത് എന്നോടൊക്കെ പറയുമ്പോൾ അവർ അങ്ങ് ദേഷ്യമാണ്. അല്ല, അത് പറയുമ്പോ എനിക്കൊരു വലിയ തമാശ ഓർമ്മ വരുവേ. എൻ്റെ ഒരു ബ്രദറാ, പുള്ളി എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, കുഞ്ഞ ഈ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ നമ്മൾ വായിക്കുന്നത്, അതവർ എബ്രായർക്ക് വായിച്ചാൽ പോലെ. അത് യുക്തിയുണ്ട്. കാരണം മറ്റുള്ളവർക്ക് എഴുത്ത് നമ്മൾ വായിക്കുന്നത് മോശം. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ ഒന്നിൽ അങ്ങ് ഏലിയാവിന്റെ അടുക്ക് പോവും, അല്ലെ പൗലോസിന്റെ അടുക്ക് പോവും. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞത് അവിടെ വെച്ചിരിക്കുക. അപ്പൊ നമ്മളിപ്പോ ഉപസംഹരിക്കുമ്പോ എനിക്കിപ്പോഴും ഉള്ള ഒരു ഒറ്റ ചോദ്യം, ഈ സഭയെ അങ്ങോട്ടങ്ങ് മാറ്റി നിർത്തും. കാര്യം ഇതിനകത്തുനിന്ന് നമുക്ക് യേശുക്രിസ്തു പറഞ്ഞു അതിന്റെ ഒരു അംശം പോലും കിട്ടത്തില്ലെന്ന് ഈ 2000 വർഷം കൊണ്ട് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞത് എനിക്ക് എങ്ങനൊന്ന് പ്രാവർത്തികമാക്കാൻ ഒക്കും എന്നുള്ളത് ഇപ്പോഴല്ലെങ്കിൽ വരുന്ന നാളുകളിലെങ്കിലും ഒരു സൂചന. ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ
ഞാൻ ഈ സഭയുടെ ഇട്ടാവട്ടത്തിൽ മാത്രം നിന്ന് പ്രവർത്തിച്ച ഒരു 10 വർഷം ഉണ്ടായിരുന്നു. അത് 1982 തൊട്ട് 92 വരെ. അപ്പൊ ആ കാലത്ത് ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, യേശുവിന്റെ പഠിപ്പീരുകൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ വളരെ ഉപരിപ്ലവമായും ഭാഗികമായും മാത്രമേ എനിക്ക് മനസ്സിലാകുള്ളൂ. ഭാഗ്യവശാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇതിന്റെ വെളിയിലേക്ക് പോകേണ്ടി വന്നു. അതായത് ഞാൻ ഡൽഹിയിൽ താമസിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പബ്ലിക് ഇമേജ് വളരെ മോശമാണ്, വളരെ വളരെ മോശമാണ്. അപ്പൊ സാംസ്കാരികമായി നമ്മൾ വെറും ദളിതുകളാണ്, ഇവരൊക്കെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പൊ എവിടെ പോയാലും ഒരു വല്ലാത്തൊരു നോട്ടമാണ് നമ്മളുടെ. അപ്പൊ അത് മാറ്റിയെടുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ധരിച്ചിട്ട് ഞാൻ എല്ലാ പ്രസ്ഥാനങ്ങളിലും പങ്കെടുത്തു തുടങ്ങി. രാഷ്ട്രീയമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ബോധ്യമായി ഈ സാഹചര്യങ്ങളിൽ വേണ്ടതുപോലെയുള്ള സംഭാവന നൽകണമെങ്കിൽ എനിക്ക് നാനാമുഖമായ വളർച്ച ആവശ്യമാണ്. ഈ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പീകൃത്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ ചെല്ലാനൊക്കത്തില്ല. ചെന്നാൽ നമ്മൾ അപമാനിതനായിത്തീരും, നമ്മൾ അപ്രസക്തനാണ്. നമ്മളോട് ഒരു ഉണങ്ങിയ കരിയിലിരിക്കുന്ന പോലെ ഇരിക്കാനൊക്കത്തുള്ളൂ. അവിടെ യഥാർത്ഥത്തിലൊരു വ്യത്യാസം വരുത്തണമെങ്കിൽ, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതുപോലെ വളരണം. ഞാൻ അപ്പോൾ സുവിശേഷം വീണ്ടും വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി യേശുവിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വളർച്ചയെ പറ്റിയാണ്. എന്തും അതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. യേശുവിന്റെ ഉദ്ദേശം ഇതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് ഇപ്പൊ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നവൻ ഈ പറയുന്ന പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് നടന്നെന്ന് വെച്ച് ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ കൊണ്ട് ഭ്രാന്താശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യണ്ടേ? അതല്ലേ? അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ വളരണമെന്ന് അവന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള സാധ്യതയുടെ പൂർണ്ണത അന്വേഷിക്കുന്നതാണ് വിശുദ്ധി എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ സഭയുടെ ഇട്ടാവട്ടത്തിൽ നിന്ന് വെളിയിലോട്ട് വന്നപ്പോഴാണ്. സത്യം പറഞ്ഞത് വളരെ സത്യം. അങ്ങനെ. അപ്പൊ അതുകൊണ്ട് മനുഷ്യർക്ക് ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ സഭകളെ അങ്ങോട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞില്ല. ഇത് ഒരുപക്ഷെ അറിയാമായിരിക്കും, ജർമ്മനിയിൽ 1942 ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട ഡയട്രിക് ബോൺഹോഫർ എന്ന് പറഞ്ഞൊരു വലിയ മഹാനുണ്ട്, ജർമ്മനിയുടെ അഭിമാനമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ദ ചർച്ച് ക്രിസ്ത്യാനിറ്റി ഓഫ് ദ ഫ്യൂച്ചർ മസ്റ്റ് ബി ചർച്ച്ലെസ് ക്രിസ്ത്യാനിറ്റി. ഞാൻ പറഞ്ഞു, അത് നെറ്റിൽ പോയി ആർക്കും കാണാവുന്നതാണ്. വി നീഡ് ചർച്ച്ലെസ് ക്രിസ്ത്യാൻ. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി സഭകളെ കൊണ്ട് യേശുവിനെ അംഗീകരിക്കാനോ പ്രതിനിധീകരിക്കാനോ യേശുവിൻ്റെ പഠിപ്പീരുകളെ ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കാനോ ഒരിക്കലും സാധ്യമല്ല. അത് അവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന പ്രസ്ഥാനമോ കച്ചവടമോ ആയിരിക്കുമെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടാണ് 20-ാം നൂറ്റാണ്ടിലെ അഗ്രഗണ്യനായ വിശുദ്ധനെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഡയട്രിക് ബോൺഹോഫർ പറയുന്നത് വി നീഡ് ചർച്ച്ലെസ് ക്രിസ്ത്യാനിറ്റി. അതിൽ കൂടുതലൊരു സത്യമില്ല. 1942 മുമ്പ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലേ? അപ്പൊ ഇത് അങ്ങുമിങ്ങൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞു. അത് താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിച്ചറിഞ്ഞു. അതെ, ഞാൻ ആ ദിശയിലേക്ക് വന്നു. പക്ഷെ വൈകിപ്പോയി എന്നതിൽ ഞാൻ ദുഃഖിക്കില്ല. വൈകിയതില്ല, വിഷമിക്കാനല്ല. കാര്യം എന്റെ കേസിലും ഞാൻ വളരെ വൈകി ഇതങ്ങ് ഉപേക്ഷിച്ച ജീവിതത്തിൽ നിന്നാണ് ആ ഒരു വാക്ക് കേട്ടപ്പോഴേ എനിക്ക് പിന്നെ ഇതിനെ കുറിച്ചൊരു ആവേശം ഉണ്ടായത്. അതിപ്പോ ഏത് നിമിഷമായാലും നമുക്കത്, നമ്മുടെ മരണത്തിന്റെ ആ കിടക്കയിലായാലും നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്നാൽ പൂർത്തീകരിച്ച് നമുക്കത് സമയം പോകുന്നതുകൊണ്ട്, അങ്ങനെ ഞാൻ ഉൾപ്പെട്ടിരുന്ന സഭ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ആയിരുന്നു. അത് പിന്നെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആയി. ഞാൻ അതിന് വെളിയിൽ വന്നപ്പോൾ മറ്റുള്ള എല്ലാവരുമായി സഹകരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം വെളിപ്പെട്ടു വന്നു. അത് ഇപ്പൊ ഈ സൂര്യൻ ഉദിക്കുന്നത് പോലെ വെളിപ്പെട്ടു വന്നു. അതെന്താണെന്നറിയാം? ഭാരതമാണ് എൻ്റെ സഭ. ഇന്ത്യ ഷുഡ് ബി മൈ ചർച്ച്. ആ ഭാരതമാകുന്ന സഭയ്ക്ക് നാഥനായി ഒരു ക്രിസ്തുവിനെ എനിക്ക് ഇവിടെ അവതരിപ്പിക്കാൻ ഒക്കുമോ എന്ന അന്വേഷണമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഞാൻ ഈ പൊട്ടക്കണ്ടി കിടന്നിരുന്നെങ്കിൽ, അയ്യോ, എനിക്ക് ഓർക്കുമ്പോൾ ഞെട്ടലാണ്. സത്യം ഞാൻ പറയാം, ഒട്ടുവശോക്തി പറയുന്നില്ല, ഞെട്ടലോടുകൂടെ ഞാൻ തിരിച്ചറിയുന്നത്, ഞാൻ ഈ പൊട്ടക്കണ്ടിയിൽ പാവട എടുത്തുകൊണ്ട് തിരുവാതിര കളിച്ചുകൊണ്ട് നടന്നിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ കട്ടപ്പുകയായിപ്പോയി. വളരെ സത്യമാണ്. വളരെ ഏതായാലും നമുക്ക് ഒരുമിച്ച് നമ്മൾ സ്നേഹിക്കുന്ന സഹോദരി സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ വളരുമേ.
നിങ്ങൾ അന്വേഷിപ്പീൻ. അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ കൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുകയാണ്. നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തുകയാണ്. നിങ്ങളുടെ മാഹാത്മ്യം നിങ്ങൾ കണ്ടെത്തുകയാണ്. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ കണ്ടെത്തുക. അതിന് വ്യക്തമായിട്ട് യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ മുമ്പിൽ നിൽക്കുക. അതെ. അന്വേഷിക്കാനുള്ള ഗൈഡ് ലൈൻസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അതെ. അതിനോട് നിങ്ങൾ വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുകയും അത് കൂടുതൽ മനസ്സിലാകത്തക്കവണ്ണം അനുഭവത്തിലേക്ക് അത് കൊണ്ടുവരികയും അതിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുകയും ചെയ്ത് നിങ്ങൾ യേശു വിഭാവന ചെയ്യുന്ന വിധത്തിൽ വളരുവാൻ ഇടയാകട്ടെ. അതാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ അധിക ഫലം കായ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മുന്നേറുവാൻ കേരളത്തിലെ, ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വിരമിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ കൂട്ടുകാർ.